പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്, കടപ്പുറത്താണ് ഗൈസ് ഉള്ളത്. കടപ്പുറാണ് ഗൈസ് ഇത്. കടപ്പുറത്തിൻ്റെ വരാന്തയിൽ കൂടെ നടക്കുകയാണ് ഗൈസ്. എനിക്ക് 2 ചെക്കന്മാരെ കിട്ടിയിട്ടുണ്ട്. പേര് അറിയൂ? വൈബ് ചെക്കന്മാരാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ തന്നെയല്ലേ സ്ഥലം? ഇവിടെ തന്നെയല്ലേ സ്ഥലം? മലപ്പുറം. ഇങ്ങനെ പരിപാടി എന്താണ്? പരിപാടി ഒന്നുമില്ല. വൈബിനങ്ങ് ഇറങ്ങിയതേനും പൈസ നോക്കിയിട്ട് കാര്യമില്ല, വെറുതെ കുത്തിരിക്കുന്നാണെങ്കിൽ അതന്നെ ആ ലൈഫ് എൻജോയ് അങ്ങ് ചെയ്യുക. ഞാൻ അതിന് വേണ്ടി ഇറങ്ങിയതാ. ഇനിയിപ്പോ പരിപാടി ഞാൻ ഇങ്ങനെ വയനാട്ടിലൊക്കെ വല്ല പറ്റുണ്ടോ? നമ്മളെ നാട്ടിലുള്ള സ്ഥലം തന്നെ കണ്ടു തീർത്തില്ല. വയനാട്ടില് അതന്നെ. കോഴിക്കോടിന് വേറെ ഒരു വൈവാ. പറയാണ്ടോ വരൂ നിങ്ങൾ യൂട്യൂബിൽ വരൂ. പിന്നെന്താ? മുഹമ്മദ് അൻഷീഫ്. ഇങ്ങനെ പണി ചെയ്യണം കുറവാണ്. ഞാൻ മെഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ച തുടങ്ങിയതാ. നിങ്ങൾ വേറെ തന്നെ വൈബാട്ടോ. ഇന്ന് പണി ചെയ്യണാ? ഇവിടെ എങ്ങനെയാ കാലാവസ്ഥ? മഴ ഇല്ലല്ലോ. മഴ വേണം. ഞാനിപ്പോ ആൽബറിലാണുള്ളത്. ആൽബറിലെ പിന്നെ വല റെഡിയാക്കുന്നതാണ് ഇവിടെ കാണുന്നത്. വലയുടെ പരിപാടിയെല്ലാം ഞാൻ വൈവയെ കാണിച്ചില്ല. ഏട്ടാ ഇതെന്താക്കുന്ന വല? ആകെ കുത്തുണ്ടാക്കുന്നതാ? അങ്ങനെ വല വലിക്കുന്ന ഗൈസ് കാണുന്നത്. പറഞ്ഞാ ഇതാണ് ഗൈസ് വല വലിക്കുന്നതാണ് ഇപ്പൊ കണ്ടുകൊടുക്കുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി ഇവര് കടലിലേക്ക് പോകുന്നതാണ് പറയുന്നത്. വല വലിക്കുന്ന കാണുന്നത്. ഇവിടുത്തെ അവസ്ഥ. ചേട്ടാ ഇനി ഇപ്പൊ എന്താ പരിപാടി? ഇനി മീൻ പിടിക്കാൻ പോകണ്ട ചേട്ടാ? വല പണി കഴിഞ്ഞാ പോവും. ചേട്ടന്റെ പേരെന്നാ? ഔക്കു. ഇവിടുത്തെ തന്നെ സ്ഥലാ? ഭായ് തുമാരാ നാം? പ്രശാന്ത്. ഇതാണ് ഗൈസ് വല നീളത്തിൽ വലിക്കുകയാണ് ഗൈസ് കാണുന്നത്. ഇവിടെ നല്ല മഴയാണ് നടക്കുന്നത്. കോഴിക്കോട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്നാണ് ഗൈസ് വല വലിഞ്ഞു പോകുന്നത്. ഇവര് മീൻ പിടിക്കാൻ പോയതാണ് ഗൈസ്. മീൻ കാണിച്ചരാ. ഇതാണ് മീൻ. കണ്ടമാനം മീനുണ്ട്. തെരണ്ടി വെള്ളച്ചെമ്മീന്, ഞണ്ട്, കാര, എല്ലാ മീനും ഉണ്ട്. വല ഇപ്പൊ ശരിയാക്കുന്നതാണ് ഗൈസ്. വല ഇപ്പം ശരിയാക്കി കൊണ്ടിരിക്കുന്നതാണ്. ഐസും കട്ട കോരിനാണ് ഇപ്പൊ കാണുന്നത്. ചേട്ടന്റെ പേരെന്നു കേട്ടാ? അർഷാദ്. ഇവിടുന്നാണ് മീന് മെയിനായിട്ട് എക്സ്പോർട്ട് പോകുന്നുണ്ട്. കല്ലോണ്ട് അടിച്ചിതാക്കിയാണ് ഐസും കട്ടിയാണ് ഇങ്ങനെ കാണുന്നത്. നമ്മ അടുത്ത കാഴ്ചയിലേക്ക് പോകാന് ചേട്ടന് വേണ്ടുന്ന ചേട്ടാ? റിയാസ്. ഇതാണ് മീന്. ഇവിടുന്നാണ് വയനാട്ടിലേക്ക് മീൻ എത്തുന്നത്. ഇതാണ് ഏട്ടന്മാർ, വൈവേട്ടന്മാരാണ്.
ഇതാണ് മീൻ കോരിക്കൊണ്ടെന്നാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. ഇപ്പം മീൻ പിടിച്ച വന്നതാണ് ഇത്. ഇതാണ് മീൻ, ഫ്രഷ് മീനല്ല കേട്ടത്. പേരുന്നതിനു വെള്ളക്കൊഞ്ചൻ, വെള്ളക്കൊഞ്ച, പള്ളിക്കോര ഉണ്ട്, പല ജാതി ഉണ്ട്. ഇതാണ് ഐസിനാണ് കാണുന്നത്. ഐസ് മീനിലേക്ക് ചെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഐസ് മീൻ ഇങ്ങനെ കിടക്കുന്നത് ഐസ് വാരി ഒക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഏട്ടാ പിന്നീട് എടുക്കുന്നത്, ഏട്ടാ പിന്നെ എടുക്കുന്നത്. ഐസ് ഇവിടുന്നാണ് ഐസ് പോകുന്നത്. ഐസ് 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 പോകുന്നത്. ഇതാണ് വയനാട്ടിലേക്കുള്ള തിരക്കാണ് കയറി കൊടുക്കുന്നത്. ഭയങ്കര കഷ്ടപ്പാടാണ് മത്സ്യ തൊഴിലാളികളുടെ അവസ്ഥ. ഇതാ വയനാട്ടിലേക്ക് സാധനം കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ആ ഏട്ടാ, ഏട്ടൻ്റെ പേരെന്നാ? ഫിറോസ്. രായുറ ആണ് ഗായ്സ് മീൻ കോരുന്നതാണ്. ബ്ലോഗ് ഏട്ടാ രായുറ. ഒന്നില്ല ഇവിടെ വിലയില്ല. വിലയില്ലേ? ഏട്ടൻ പറഞ്ഞ ഇവിടെ മീന് വിലയില്ലെന്നാണ് പറഞ്ഞത്. ഇതാണ് കോഴിക്കോട് ആൾവരുടെ അവസ്ഥ. ഇതാണ് ഭയങ്കര ഇറങ്ങാറാണ് ഗായ്സ്. മത്സ്യ തൊഴിലാളികളുടെ അവസ്ഥയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ ഗായ്സ്, ഇതാണ് നമ്മളെ ഏട്ടൻ്റെ പേര് തന്നെ ഏട്ടാ? എന്റെ പേരില്ല. ഈ പിന്നെ ആൽബറില് മീൻ എങ്ങനെയാ ഇപ്പൊ പറഞ്ഞാല് മറ്റുള്ള വലക്കാർക്ക് മീൻ കുറവാണ്. മീൻ കുറവല്ലേ? മെത്തലുകള് മാത്രമേ ഉള്ളൂ. പണി കുറവല്ലേ ഇപ്പൊ? പണി കുറവാണ്. ഇപ്പൊ മെത്തല് പറഞ്ഞാല് ഒഴുക്ക് കൂടുതലായതിനെ കൊണ്ട് മെത്തലും കുറവാണ്. കടൽപ്പണിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അതിന് ഇപ്പൊ വിലയും കുറവ്, അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടാണ് ഭയങ്കര ഇടങ്ങാറല്ലേ? ഏട്ടൻ പറയുന്നത് ഭയങ്കര ഇടങ്ങാറാന്ന് പറയുന്നത്.